UAE-യിൽ അടുത്ത വർഷം 1000 ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ കൂടി സ്ഥാപിക്കുന്നു. US കമ്പനിയായ ലൂപ് ഗ്ലോബൽ എന്ന കമ്പനിയെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യക്കാർ കൂടുന്ന സാഹചര്യത്തിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്നും കമ്പനി അറിയിച്ചു. റെസിഡൻഷ്യൽ, ജോലിയിടങ്ങൾ, പൊതുസ്ഥലങ്ങളിൽ എന്നിവിടങ്ങളിലായിരിക്കും പുതിയ ചാർജിംഗ് യൂണിറ്റുകൾ. UAE-യിൽ പൊതുമാപ്പ് ലഭിച്ചവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. എമിറേറ്റ്സ്, ഇത്തിഹാദ്, എയർ അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള UAE എയർലൈനുകളിലായിരിക്കും ഇളവ് നൽകുക. ഇക്കാര്യത്തിൽ വിമാന കമ്പനികൾ അനുകൂലമായി പ്രതികരിച്ചുവെന്ന് ICP അധികൃതർ വ്യക്തമാക്കി. ഷാർജയിൽ 595 വിദ്യാർത്ഥി സ്കോളർഷിപ്പുകൾക്ക് അംഗീകാരം നൽകി സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. എമിറേറ്റിലെ സ്വദേശി വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. 2024-25 അധ്യയന വർഷത്തിലെ നിലവിലെ സെമസ്റ്ററിനായി ഷാർജ സർവകലാശാലയിലെ വിവിധ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും സ്പെഷ്യലൈസേഷനുകളിലേക്കും പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ്. UAE പ്രസിഡന്റും ബംഗ്ലാദേശ് ഇടക്കാല പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തി. ബംഗ്ലാദേശ് ഇടക്കാല ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായ പ്രൊഫസർ മുഹമ്മദ് യൂനിസിനെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അഭിനന്ദിച്ചു. അഭിനന്ദനത്തിന് പ്രൊഫസർ മുഹമ്മദ് യൂനിസ് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത്. UAE-യിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ്. ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് സേവനം ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ തടസ്സപ്പെടും. പാസ്പോർട്ട് സേവാ വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. ഇക്കാലയളവിൽ പാസ്പോർട്ട്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭിക്കില്ല. അതേസമയം വിസ സേവനങ്ങൾ തടസ്സപ്പെടില്ല. ഈ ദിവസങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ലഭിച്ച അപേക്ഷകർക്ക് പുതിയ തീയതി മൊബൈൽ സന്ദേശമായി ലഭിക്കുമെന്നും ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടികയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. പട്ടികയിൽ മലയാളികളിൽ ഒന്നാം സ്ഥാനത്തെത്തിയതും MA യൂസഫ് അലി തന്നെയാണ്. 55,000 കോടി രൂപ ആസ്തിയാണ് ഇദ്ദേഹത്തിനുള്ളത്. 2024 ജൂലൈ 31 വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഖുറൂൺ പട്ടിക തയ്യാറാക്കിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ ആസ്തിയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബഹ്റിനിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ 50ഓളം ഡിജിറ്റലൈസ്ഡ് സേവനങ്ങൾ പരിഷ്കരിച്ചു. റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്കുള്ള ലൈസൻസിംഗ് പുതുക്കൽ കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. കൂടാതെ ഓൺലൈൻ നടപടിക്രമങ്ങൾ, ഗാർഹിക, തൊഴിൽ പെർമിറ്റുകൾക്കായുള്ള സേവനങ്ങൾ എന്നിവയും പുതുക്കിയ പ്രധാന പരിഷ്കരണങ്ങളിൽ ഉൾപ്പെടുന്നു. കുവൈത്തിൽ നിയമലംഘകരായ കുടിയേറ്റക്കാരെ പിടികൂടുന്നതിന് പരിശോധന കർശനമാക്കുമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വിവിധ ഗവർണറേറ്റുകളിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. തൊഴിലിടങ്ങൾ, പാർപ്പിടങ്ങൾ, തെരുവുകൾ, മാളുകൾ എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കും. കുവൈറ്റിൽ 2024 മാർച്ച് മുതൽ ജൂൺ 17 വരെ പൊതുമാപ്പ് നടപ്പാക്കിയിരുന്നു. വളരെ ലളിതമായ വ്യവസ്ഥകളോടെയായിരുന്നു പൊതുമാപ്പ് നടപ്പാക്കിയിരുന്നത്.